തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷമുള്ള ആദ്യ CPIM കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് ഇന്ന് ഡൽഹിയിൽ തുടക്കമാകും. 3 ദിവസത്തെ യോഗത്തിൽ കേരളത്തിലെ തിരഞ്ഞെടുപ്പ് പരാജയം ചർച്ച ചെയ്യും. വിശദമായ വിലയിരുത്തൽ നടത്താനുള്ള നിർദ്ദേശം നേരത്തെ PB സംസ്ഥാന ഘടകത്തിന് നൽകിയിരുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റും കമ്മിറ്റിയും തയ്യാറാക്കിയ പ്രാഥമിക വിലയിരുത്തൽ യോഗത്തിൽ റിപ്പോർട്ട് ചെയ്യും. പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കാനുള്ള സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശത്തെ ഓൺലൈനായി ചേർന്ന PB യോഗത്തിൽ നിരവധി അംഗങ്ങൾ എതിർത്തിരുന്നു. കേന്ദ്ര കമ്മിറ്റിയിലും ഇക്കാര്യത്തിൽ എതിർപ്പ് ചിലർ ഉയർത്താനാണ് സാധ്യത. ഡൽഹിയിൽ ചേർന്ന PB യോഗത്തിൽ ഭരണവിരുദ്ധ വികാരമാണെന്നുള്ള അഭിപ്രായം ചില PB നേതാക്കൾ പങ്കുവച്ചിരുന്നു. പാർട്ടിക്ക് ഒരു പുതിയ നേതൃത്വം വരണമെന്ന നിർദ്ദേശവും PB യോഗത്തിൽ ഉയർന്നിരുന്നു. എന്നാൽ പ്രതിപക്ഷ നേതാവിനെ കുറിച്ചുള്ള സംസ്ഥാന തലത്തിലെ ചർച്ചകൾക്ക് ശേഷം PB ഇക്കാര്യം പരിഗണിക്കണമെന്നായിരുന്നു ധാരണ. സംസ്ഥാന സെക്രട്ടേറിയറ്റ് പിണറായിയുടെ പേരാണ് നിർദ്ദേശിച്ചത്. സംസ്ഥാന സമിതിയിലും പൊതുവികാരം പിണറായിക്ക് അനുകൂലമായിരുന്നു. ഈ സാഹചര്യത്തിൽ ഇക്കാര്യം നിശ്ചയിക്കാൻ ഓൺലൈനായി PB യോഗം സംസ്ഥാന കമ്മിറ്റിക്കിടെ ചേരുകയായിരുന്നു. അതിനിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവി വിലയിരുത്താൻ ഏരിയ കമ്മിറ്റികൾക്ക് ചോദ്യാവലി നൽകിയിരിക്കുകയാണ് CPIM. തോൽവിയുടെ വിവിധ കാരണങ്ങളിലേക്ക് എത്താനാവുന്ന 34 ചോദ്യങ്ങളാണ് ഏരിയ കമ്മിറ്റികൾക്ക് നൽകിയിരിക്കുന്നത്. ഉത്തരം കണ്ടെത്തി പാർട്ടിയുടെ സംസ്ഥാന സെന്ററിനെ അറിയിക്കണമെന്നാണ് നിർദ്ദേശം. നിയമസഭാ തിരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷമുള്ള ആദ്യ CPIMന്റെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് ഇന്ന് ഡൽഹിയിൽ തുടക്കമാവുകയാണ്. 3 ദിവസത്തെ യോഗത്തിൽ കേരളത്തിലെ തിരഞ്ഞെടുപ്പ് പരാജയമാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. വിശദമായ വിലയിരുത്തലൊക്കെ നടത്താനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. PB സംസ്ഥാന ഘടകത്തിനും ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട്. സംസ്ഥാന സെക്രട്ടേറിയറ്റും കമ്മിറ്റിയും തയ്യാറാക്കിയ പ്രാഥമിക വിലയിരുത്തലുകളുമൊക്കെ ഇന്ന് നടക്കുന്ന യോഗത്തിൽ റിപ്പോർട്ട് ചെയ്യാനാണ് സാധ്യത. അതുപോലെ തന്നെ പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കാനുള്ള സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശത്തെ വലിയ രീതിയിൽ വിമർശിക്കുന്നുണ്ട്. ജില്ലാ സെക്രട്ടേറിയറ്റ് ഘടകമായ വരെ വലിയൊരു വിമർശനം ഉയർത്തുന്നുണ്ട്. ഇത്തരത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള പരാജയത്തിന് പിന്നിൽ പിണറായി വിജയനും ഗോവിന്ദ മാസ്റ്ററാണെന്നുള്ള വലിയൊരു വിമർശനമൊക്കെ ഉയർന്നു വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു പ്രതിപക്ഷ നേതാവാക്കാനുള്ള സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശത്തെ ഓൺലൈനായി ചേർന്ന PB യോഗത്തിലും നിരവധി അംഗങ്ങൾ എതിർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കേന്ദ്ര കമ്മിറ്റിയിലും ഇക്കാര്യത്തിൽ എതിർപ്പ് ഉയർത്താനാണ് സാധ്യത. എന്തായാലും ഇന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള യോഗം ചേരുക. തോൽവിക്ക് ശേഷമുള്ള ആദ്യ CPIM കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് ഇന്ന് തുടക്കമാകുന്നത്.